അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ, ആബിദീങ്ങൾ ചേർക്കണേ അല്ലാ. മക്കളോടുള്ള അമാനത്ത് നിർവഹിക്കുന്നവരാകണം. ودواء قلب خمسة فتلاوة بتدبر المعنى وللبطن الخلاء وقيام ليل والتضرع بالسحر ومجالسات الصالحين الفضلاء. ഹൃദയത്തിന്റെ രോഗം മാറാൻ 5 കാര്യങ്ങൾ ബഹുമാനപ്പെട്ടതാകുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്കിയായിലൂടെ ലോകരെ പഠിപ്പിക്കുകയാണ്. ഹൃദയത്തിന്റെ രോഗങ്ങൾ മാറാൻ 5 മരുന്നുകളുണ്ട് കേട്ടോ. ഒന്നാമത്തത് ഫതിലാവത്തുൻ, പരിശുദ്ധമായ ഖുർആൻ പാരായണമാണ്. പുണ്യമാക്കപ്പെട്ട റമദാൻ കഴിഞ്ഞുപോയി, ശവ്വാൽ മാസം കഴിഞ്ഞുപോയി, ദുൽഖഅദിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൈപുസ്തകമായിട്ടുണ്ടോ? നമുക്കുള്ള കാറ്റലോഗായിട്ടുണ്ടോ? ഖുർആൻ എത്ര പേരാണ് ഖത്മ തീർത്തിട്ടുള്ളത്? റമദാനിൽ പോലും ഖത്മ തീർക്കാത്ത സഹോദരങ്ങൾ ഈ സദസ്സിലില്ലേ? ചെറുപ്പക്കാരില്ലേ? സഹോദരിമാരില്ലേ? ഖുർആനുമായിട്ട് എന്ത് ബന്ധമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്? നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു റമദാൻ അല്ലാത്തതാകുന്ന ദിവസങ്ങളിൽ പോലും, അഥവാ നമ്മൾ ഈ കൊണ്ടാടുന്ന ദിവസങ്ങളിൽ പോലും എല്ലാ ദിവസവും ഒരു ഖത്മ പാരായണം ചെയ്തിരുന്ന വ്യക്തിയാ. ഒരു പേജല്ല, ഒരു ഖത്മ പരിപൂർണമായി ഡെയിലി ഓതിയിരുന്ന വ്യക്തിയാണ് മഹാനായ ഇമാമുന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ദറജ ഉയർത്തണേ അല്ലാ, അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെ എന്തേ നമുക്കാകാൻ പറ്റാത്തത്? നമ്മുടെ മക്കൾക്ക് എന്തേ സാധിക്കാത്തത്? മദ്രസകൾ തുറക്കപ്പെട്ടില്ലേ? ദറസുകൾ തുറക്കപ്പെട്ടില്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ മക്കളെ പറഞ്ഞു വിടാത്തത്? നമുക്ക് മക്കള് 4 പേരുണ്ട്, അല്ല 5 പേരുണ്ട്, അല്ല 3 പേരുണ്ട്, അല്ല 2 പേരുണ്ട്, അല്ല ഒരാളുണ്ട്. ഒരാളെയെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വഴിത്താരയിലേക്ക്, ഹാഫിളാക്കാൻ, ആലിമാക്കാൻ, ദീനിന്റെ മാർഗത്തിലേക്ക് പറഞ്ഞു വിടാമായിരുന്നു. എന്തേ മക്കളെ പറഞ്ഞു വിടാതിരുന്നത്? ഈ ദീനിനോടുള്ള കടമകൾ നീ പൂർത്തീകരിച്ചവനാണോ? അല്ലാഹ് ചോദിക്കുകയാണ് ഖുർആനിലൂടെ, ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ വലിയുൻദിറൂ ഖൗമഹും ഇദാ റജഊ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. എന്തേ പുറക്കാടുള്ളതാകുന്ന പഴയങ്ങാടിയിലുള്ള രക്ഷിതാക്കളെ, എന്തേ നിങ്ങളെ ശ്രദ്ധിക്കാതെ പോയത്? നിങ്ങളുടെ നാട്ടിൽ നിന്ന് പരിശുദ്ധമായ ദീൻ പഠിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് മക്കളെ പറഞ്ഞു വിടാതിരുന്നത്? ആലിമാക്കാൻ, ഹാഫിളാക്കാൻ, മുതഅല്ലിമാക്കാൻ, ഉഖറവിയായ അലിമീങ്ങളിലേക്ക് ചേർക്കാൻ നിങ്ങളുടെ മക്കളിൽ ഒരാളെയെങ്കിലും പറഞ്ഞു വിടാതിരുന്നത് എന്താണ്? അങ്ങനെ പറഞ്ഞു വിട്ട് കർമ്മശാസ്ത്രം പഠിച്ച് ദീനീ ബോധമുള്ളവരായി, മതബോധമുള്ളവരായി, മതനിഷ്ഠയുള്ളവരായി, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരായി നാട്ടിലേക്ക് തിരിച്ചു വന്ന് നാട്ടിലുള്ളതാകുന്ന ജനങ്ങൾക്ക് ദീനീ ദഅവത്ത് നടത്തുന്നവരായവർ മാറട്ടെ. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സ്വാലിഹീങ്ങളാകുന്ന ഒരു തലമുറ ഇവിടെ വേണമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ദീനിനോടുള്ള കടമകൾ നമ്മൾ പൂർത്തീകരിച്ചോ? ദീനിനോടുള്ളതാകുന്ന കടമകൾ നമ്മൾ പൂർത്തീകരിച്ചോ? അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി മക്കളെ തയ്യാറാക്കിയോ? ഹാഫിളീങ്ങളായ മക്കൾ എത്ര പേരാണ് മഹല്ലത്തിലുള്ളത്? പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നതായ മക്കൾ, അത് പഠിപ്പിക്കാൻ പ്രാപ്തരാകുന്ന മക്കൾ എത്ര പേരാണ് നമ്മുടെ മഹല്ലത്തിലുള്ളത്? ദീനിനോടുള്ള കടമകളും കർത്തവ്യങ്ങളും പൂർത്തീകരിക്കാതെ അമാനത്ത് വീട്ടിയവരെന്ന് പറയാൻ നിനക്കെന്താണ് അവകാശമുള്ളത്? അല്ലാഹു നിന്റെ കൈവെള്ളയിലേക്ക് വെച്ച് നൽകിയ മക്കള് അതൊരു അമാനത്താണ്, അതൊരു സൂക്ഷിപ്പ് സ്വത്താണ്. ആ സൂക്ഷിപ്പ് സ്വത്തിനെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാത്ത പ്രിയപ്പെട്ട മുസ്ലിമേ, കള്ളിലും കഞ്ചാവിലുമായ മക്കളെ പറഞ്ഞു വിട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ ഈമാന ലിമൻ ലാ അമാനത ലാ വലാ ദീന ലിമൻ ലാ അഹ്ദ ലാ. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദീൻ
ദീനിന്റെ അമാനത്ത് പൂർത്തീകരിക്കാത്തവൻ, ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങളെ കൃത്യമായി നിർവഹിക്കാത്തവൻ, അവൻ ഈമാനില്ലാത്തവനാണ്. സഹാബ നബിയുനാ റസൂലുള്ളാഹി. മക്കളോടുള്ള കടമകൾ പൂർത്തീകരിക്കാത്ത രക്ഷിതാക്കളെ, എന്തുകൊണ്ടാണ് മക്കളെ കള്ളുകുടിക്കുന്നത്, എന്തുകൊണ്ടാണ് വ്യഭിചരിക്കുന്നത്, എന്തുകൊണ്ടാണ് സിനിമയുടെ ലോകത്തേക്ക് മക്കൾ കണ്ണു നട്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് സീരിയൽ നടിയാകണമെന്ന് മക്കൾ പറയുന്നത്, എന്തുകൊണ്ടാണ് മക്കൾ മോശപ്പെട്ട ബ്ലൂ ഫിലിം കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങൾ WWE അടിച്ചുകൊണ്ട് അശ്ലീലത ലോകത്തേക്ക് കണ്ണു നട്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട രക്ഷിതാവേ, വാപ്പയും ഉമ്മയുമാണ് ഏറ്റവും വലിയ കുറ്റക്കാരി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. നബി തങ്ങൾ പറയുന്നു, കുല്ലു മൗലൂദിൻ യുലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ലോകത്തെ ഏത് കുട്ടിയും പ്രസവിക്കപ്പെടുന്നത്, നവജാത ശിശുവായി കടന്നു വരുന്നത് ഏറ്റവും നല്ല ഫിത്രത്തിന്മേലാണ്, നല്ല ചര്യയുടെ മേലാണ്, നല്ല പതിവ്രതയായിട്ടാണ് കടന്നു വരുന്നത്. എന്നാൽ ഫഅബവാഹു യുഹവിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ആ കുട്ടി യഹൂദിയാകാൻ കാരണം, ആ കുട്ടി ക്രിസ്ത്യാനിയാകാൻ കാരണം, ആ കുട്ടി ജൂതനാകാൻ കാരണം ആ കുട്ടിയിലേക്ക് മാതാപിതാക്കൾ നടത്തിയ പരിവർത്തനമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പായി ഉമ്മായിയാണ് കുറ്റക്കാർ. ആര് പറഞ്ഞു? ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാരണം നമ്മളാണ് അവർക്ക് റോൾ മോഡൽ. ചെറിയ കുട്ടി ഉമ്മയുടെ മടിത്തട്ടിലേക്ക് ജനിച്ചു വീഴുന്ന കുട്ടി പാപസുരക്ഷിതത്തിന് ഒന്നും അറിയില്ല, ദുനിയാവിലൊന്നും അറിയില്ല. അവനെല്ലാം പഠിപ്പിച്ചത് ഈ സിനിമ, ഈ സീരിയലും, ഈ സിനിമാ നടന്മാരെ കുറിച്ച് അതും ഇതും ഒക്കെ പറഞ്ഞു കൊടുത്തത് നീയാ. ചെറിയ കുട്ടിയുടെ കയ്യിലേക്ക് മൊബൈൽ കൊടുക്കാൻ, എന്നിട്ട് ഇങ്ങനെ വാറ്റുപുല്ലും പച്ചപ്പുല്ലും ഒക്കെ ചുണ്ടലോട്ട് വെച്ച് തേച്ചു കൊടുക്കാം. മൊബൈൽ ഇങ്ങനെ നെറ്റിയിലൊട്ടിച്ചിട്ട് 24 മണിക്കൂർ ആണോ അല്ലയോ? അപ്പൊ കുട്ടി കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇത് കിട്ടാതാകുമ്പോൾ വാശി പിടിക്കാൻ, അപ്പൊ ഉമ്മ പിന്നെ അത് കൊടുത്തേ പറ്റുള്ളൂ. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഹൈവാൻ ഇത് വേണം, ഞാൻ പിടിച്ചോ. 4 കുഴിമന്തി കഴിക്കണമെങ്കിൽ കുഴിയിലോട്ട് പോയാലും കുഴപ്പമില്ല. പിന്നെ അവന് നിർബന്ധമാണ്. പിന്നെ അത് വലുതായി ടാബായി, പിന്നെ അത് ലാപ്ടോപ്പായി, പിന്നെ അവൻ ഒറ്റയ്ക്ക് റൂമിലായി. ഇപ്പൊ ഉമ്മ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റൂമിലേക്ക് ഒന്ന് വിളിക്കാൻ പറ്റുമോ? വിളിച്ചാൽ അവന്റെ തനി സ്വഭാവം അറിയും. എന്നെ വിളിക്കുന്നത് ആരെയും പറയുന്നത് 8ഉം 9ഉം വയസ്സൊക്കെ ഉള്ള, അല്ലെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളാണ് ഉമ്മാടെ നേരെ ചാടിക്കേറുന്നത്. ഉമ്മ കഴിക്കാൻ വിളിച്ചോളൂ, അതും കുഴിമന്തി കഴിക്കാൻ വിളിച്ചു. ഒക്കെ ഏറ്റവും ഇഷ്ടമാണ് പെരി അൽഫാമോണോ എന്ന് പറഞ്ഞാൽ അതാ ഉമ്മ ഉണ്ടാക്കി കാര്യമായിട്ട്. അവസാനം ഇവിടെ അതിനേക്കാൾ വലിയ ഒച്ചപ്പാടും വേണം. കാരണം എന്താ, ഇവിടെ വേറെ സാധനം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഉമ്മ ഡിസ്റ്റർബ്, രംഗണ്ണനെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഡിസ്റ്റർബ് ചെയ്യരുത്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നല്ല തലമുറ എങ്ങനെ നമ്മുടെ മക്കൾ നന്നാവും. അതുകൊണ്ട് രക്ഷിതാക്കൾ മനസ്സിലാക്കി മക്കൾക്കോടുള്ള കടമകൾ പൂർത്തീകരിക്കാൻ അമാനത്താണിത്, ഒരു അമാനത്താണ്. അള്ളാഹു നമ്മുടെ കൈകളിലേക്ക് വെച്ച് നൽകിയ കൺകുളിർമയാകുന്ന മക്കൾ, ഈ കൺകുളിർമയാകുന്ന മക്കളെ കൺകുളിർമയാകുന്ന സ്വർഗത്തിലേക്ക് എത്തിക്കാനാണ് നീ പരിശ്രമിക്കേണ്ടത്. അതിന് പറ്റില്ലേ, പരിപാടി നിർത്തിക്കോ. മക്കൾ പറയുന്നുണ്ട് ഒക്കെ പഴച്ചു പോയി, എന്നിട്ട് നമ്മളോട് പറയാം കോഴിമുട്ട മന്ത്രിച്ചേരും, ആ കോഴിമുട്ട ഓംലേറ്റ് അടിച്ചു കൂടെ, അവൻ നന്നാവട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. എടാ, മക്കളെ കൊണ്ടുപോയി പിഴപ്പിച്ചിട്ട് പിന്നെ എങ്ങനെ ശരിയാക്കാനാണ്? എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ എങ്ങനെ റെഡിയാവും? പാപ്പായും ഉമ്മായി ശരിക്ക് ശ്രദ്ധിക്കണം. മദ്രസയിൽ പോകുന്നുണ്ടോ? മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല, മദ്രസയിൽ തന്നെ വിടുന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസം ആരെങ്കിലും വിളിച്ചിട്ട് ട്യൂഷൻ വെച്ചതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മദ്രസ വിദ്യാഭ്യാസം പൂർണ്ണമാകുമോ? മദ്രസയെ നീ കളിയാക്കിയില്ലേ, നിസാരാക്കിയില്ലേ? 5ാം ക്ലാസ്സിലെത്തുമ്പോ നിന്റെ മകൾക്ക് പ്രായപൂർത്തിയെത്തി, മകന്റെ മദ്രസ നിർത്തി. എന്നാൽ സ്കൂൾ തലത്തിൽ MA-ക്കും PG-ക്കും മറ്റതിനു മുകളിലും B.Ed-നും മറ്റ് ഏത് തലത്തിനുമൊക്കെ മക്കളെ പഠിപ്പിക്കാൻ അതിനൊന്നും പ്രായപൂർത്തിയെ നോക്കുന്നില്ല. എവിടെ വേണമെങ്കിലും വിടും, ഏതൊക്കെ ഒറ്റയ്ക്കൊക്കെ എവിടെ വേണമെങ്കിലും ബസ്സിലും ട്രെയിനിലും ഒക്കെ വിടും. മദ്രസയുടെ വിഷയം വന്നപ്പോ ഒക്കെ നമ്മൾ താറടിച്ചു. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമുക്കിതിനോടൊന്നും ഒരു മഹബത്തില്ലെങ്കിൽ തീർന്നു. എല്ലാവരും പറയുന്നത് എന്താ, ഉസ്താദേ വലിയ ശമ്പളമൊന്നുമില്ല ഉസ്താദേ ഈ ഫീൽഡിൽ, അതുകൊണ്ടാണ് ഞാൻ മകനെ ഒരുത്തനെ ആലിമാക്കാത്തത്. ആരെയും പറയുന്നത് നല്ല ഭയങ്കര തസ്ബീഹ് അങ്ങ് പിടിച്ചോണ്ട് കഴുത്തേ തസ്ബീഹ് ഇട്ടുകൊണ്ട് കിടക്കാൻ. പള്ളിക്കകത്ത് കയറി കഴിഞ്ഞാൽ മിമ്പറിന്റെ കാലിൽ കിടക്കുന്ന തസ്ബീഹ് ആദ്യാറ കഴുത്തേലാണ് 24 കൊടുക്കുക. അങ്ങനത്തെ ആചാരാണ് ഈ പറയുന്നത്. ഈ കൗമിനൊന്നും വലിയ ശമ്പളമൊന്നും ഇല്ല. എന്നാ ഒരു ഹദീസ് കേട്ടോ, കേട്ടോ, നിർത്താൻ പോവാട്ടെ. എല്ലാവരും ക്ഷീണിച്ചതേ, മുമ്പരൊക്കെ കടന്ന് പാവിരിച്ച് ഉറങ്ങി.
അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നിർത്താൻ ഇനി അധികം പോകാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഈ വലിയ ക്ലാസ്സുകൾ പോലും +2 1 മണിക്കൂറാണ് ക്ലാസ് അല്ലേ. ചില ക്ലാസ് 3/4 മണിക്കൂറാണ്. കാരണം എന്താ, അത് കഴിയുമ്പോൾ പീരീഡ് മാറണം. കാരണം പിള്ളേരുടെ ശ്രദ്ധ പോയി. നമ്മൾ ചില പീരീഡ് കാണില്ലേ, കണക്കിന്റെ മാത്സിന്റെ ടീച്ചർ വന്നിട്ട് ആ ടീച്ചർ 1 മണിക്കൂർ എടുത്തിട്ട് ഇറങ്ങാൻ വേണ്ടി നമ്മൾ യാസീൻ ഓതി ദ്വാരുന്ന അവരെ ഇറക്കി വിടും. അവസാനമുണ്ട് അടുത്ത പീരീഡ് പിന്നെ അവർ തന്നെ വരുന്നു. ഈ പീരീഡ് പഠിപ്പിക്കേണ്ട ഇംഗ്ലീഷ് ടീച്ചർ ഇന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ വരിക. അപ്പം നമ്മൾ ഹത്തോ ഓതും, പഠിച്ചവൻ ഇത് പോയാൽ മതിയായിരുന്നു. ആണോ അല്ലേ? ആ കറക്റ്റ് സമയത്തോ നിർത്താൻ പോകുന്ന മുമ്പ് പേടിച്ച് എന്നാ കൊണ്ടുപോയിക്കോളും. ബിസ്മില്ലാ. ഇവിടുത്തെ എല്ലാവരും ഒരു സദക്ക എല്ലാവരും നല്ല രീതിയിൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ലൊരു സദക്ക കൊടുക്കുക, അള്ളാഹു കബൂലാക്കട്ടെ. വേഗം കൊടുത്തു. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നിർത്താൻ പോകണം. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ ആ പാടിയ ബൈത്തിന്റെ അർത്ഥം തന്നെ പറഞ്ഞിട്ട് അങ്ങ് നിർത്തുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല. ശരിക്കും ശ്രദ്ധിക്കണേ. 5 കാര്യങ്ങൾ കൊണ്ട് ഹൃദയം നന്നാവും. വേറൊന്നിലേക്ക് ഇപ്പൊ തിരിയുന്നില്ല, സമയബന്ധിതമായതുകൊണ്ട്. 1, ഖുർആൻ നല്ലതുപോലെ ഓതണം. ഖുർആൻ നല്ലതുപോലെ പാരായണം ചെയ്യണം. നമ്മുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. ഖുർആൻ ഇങ്ങനെ ഓതുകയും വേണം. യാസീൻ ഇന്നത്തെ ദിവസം ഓതിയോ വീട്ടിൽ? മക്കൾ 3 പേരുണ്ടല്ലോ, ഒരു യാസീൻ ഓതുന്നത് കേട്ടോ. സൂറത്തുൽ വാഖിയ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉണ്ടാകും. പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പെൺമക്കൾ അധികമാണ്. നബി തങ്ങൾ പറഞ്ഞു, നീ ഈ സൂറത്ത് പഠിക്കൻ. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു സൂറത്തുൽ വാഖിയ. എന്നിട്ട് പറഞ്ഞു, അല്ലിമീഹിന്ന സൂറത്തുൽ വാഖിയ. നീ ഈ സൂറത്ത് നിന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. അദ്ദേഹം തന്റെ പെൺമക്കൾക്ക് എല്ലാവർക്കും ഈ സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തു. പെൺമക്കൾ അധികമുള്ള സാകുന്ന സ്വഹാബിയ. ഒരു വിലക്ക് ഒരു പ്രയാസപ്പെടേണ്ട, നബി തങ്ങൾ പറഞ്ഞു. അദ്ദേഹം പെൺമക്കളെ പഠിപ്പിച്ചു കൊടുത്തു. ചരിത്രമാണ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലാണ് വഫാത്താകുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഓരോ കാലഘട്ടത്തിലും അതത് കാലഘട്ടത്തിലാകുന്ന ഖലീഫമാർ സ്വർണത്തിന്റെ കിഴി കൊടുത്തുവിടും. സ്വർണത്തിന്റെ കിഴി, സ്വർണ്ണ നാണയാണ്. എന്തിന്? ഇത് പൊതുക ജനാബിൽ നിന്നുള്ളതാണ്, നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് പെൺമക്കൾ അധികമാണല്ലോ, നിങ്ങൾക്കത് ഹക്കായതാണ് എന്ന് പറഞ്ഞു കൊടുത്തുവിടും. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട നിങ്ങളുടെ സ്വർണ്ണ നാണയൊന്നും. കാരണം എന്താ? അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ വാഖിയ. എന്റെ പ്രവാചകർ സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനത് ഓതുന്നുണ്ട്, പെൺമക്കളെ ഓദിക്കുന്നുമുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് ഈ വാക്യം പറയാൻ പറ്റുമോ സഹോദരങ്ങളെ? എടാ, ഇഖ്ലാസ് വേണം. നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ വാഖിയെ തരം താഴ്ന്നതാകുന്ന സൂറത്തായിട്ട് എഴുതി തള്ളി ഓതുന്നില്ല ഈ തലമുറ. അതുകൊണ്ട് എന്ത് പറ്റി? ഇന്നും കരകയറിയിട്ടില്ല. ദാരിദ്ര്യത്തിൻ്റെതാകുന്ന പടുകുഴിയിലാണ് പലരും. പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ വാഖിയെ ഡെയിലി പാരായണം ചെയ്യാൻ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവൂല, അന്നം മുട്ടൂല. വാപ്പ ഗൾഫിൽ കടന്ന് കഷ്ടപ്പെടുന്നു, നാട്ടിൽ തന്നെ പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ഭാര്യ പരിശുദ്ധമായ സൂറത്തുൽ വാഖിയ ഓതി. സൂറത്തുൽ മുൽക്ക് ഖബർ ജീവിതം സന്തോഷം കിട്ടാൻ ഓതുന്നുണ്ടോ? ഒന്ന് ദുന്യാവ്, മറ്റൊന്ന് ആഖിറം. ദുന്യാവ് ലഭിക്കാൻ, ഇവിടെ നിനക്ക് ദാരിദ്ര്യമില്ലാതിരിക്കാൻ സൂറത്തുൽ വാഖിയ. പരലോക ജീവിതമാകുന്ന ഖബറിൽ സന്തോഷം കിട്ടാൻ സൂറത്തുൽ മുൽക്ക് ഓത്, ഡെയിലി ഓത്. പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയമെന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ചതായ സൂറത്തു യാസീൻ. ഇന്ന ലികുല്ലി ശൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. നബിയുനാ റസൂലുള്ളാഹി. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന സൂറത്തു യാസീൻ വിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നബി തങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും പാരായണം ചെയ്തിരുന്ന സൂറത്തു യാസീൻ ഇന്ന് നമ്മൾ വീടുകളിൽ നിന്ന് എടുത്തു കളഞ്ഞില്ലേ? ആരാണ് ഇന്നത്തെ ദിവസം ഓതിയത്? വെള്ളിയാഴ്ച ദിവസം ആരോധി? മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ ലൈലത്തിൽ ജുമുഅ അവിൽ ജുമുഅ അല്ലാഹു ലഹു മാ ബൈനൽ ജുമുഅതൈൻ. വെള്ളിയാഴ്ച രാവിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ പകലിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അടുത്ത ഒരാഴ്ചക്കിടയിൽ അവന് പ്രകാശം അല്ലാഹു ഇട്ടുകൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആരാണ് ഇവിടെ ഓതുന്നത്? ആരാണ് നമ്മുടെ തലമുറയിൽ സൂറത്തുൽ കഹ്ഫ് എല്ലാ ആഴ്ചയിലും പാരായണം ചെയ്യുന്നത്? ഇതൊന്നുമില്ല.
നമ്മൾ വേഗം തന്നെ തീർക്കണം, അതാണ് പരിപാടി. പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ വേഗം തീരണം. സാധേ പ്രസംഗം ചുരുക്കിയേക്ക്, സാധേ പെട്ടെന്ന് തന്നെ ഹുത്തുബോധി തീർത്തേക്ക്, പെട്ടെന്ന് തന്നെ നിസ്കരിച്ചേക്ക്, വേഗം തന്നെ എല്ലാം തീരണം. ഹല്ലി വല്ലി വേഗം തീരണം, നമ്മുടെ അവസ്ഥ. നമുക്ക് ഇതിനോട് താല്പര്യം, എങ്ങനെയെങ്കിലും തീർന്നാൽ മതി. ഒരു അൽക്കഹഫും ഇല്ല. മുമ്പ് അൽക്കഹഫിന്റെയും സലാത്തിന്റെ ഒക്കെ ഏടുണ്ടായിരുന്നു, ഇപ്പൊ അത് തന്നെ കാണുന്നില്ല പള്ളിയിൽ. അൽക്കഹഫും സലാത്തും കൂടി സെപ്പറേറ്റ് ആക്കിക്കൊണ്ടൊരു ഏട്, എന്നിട്ട് അതെല്ലാ വെള്ളിയാഴ്ച ഇരുന്നിട്ട് പഴയ കാരണവന്മാരും ഉസ്താദുമാരും ഒക്കെ ഇരുന്നിട്ട് അങ്ങനെ ഓതും. ഒരു 11 മണി മുതൽ പള്ളിയിൽ നല്ല ഓതലാണ്. ഇപ്പൊ ആരാ ഓതുന്നത്? ഉണ്ടോ? ഇപ്പൊ പ്രായമുള്ള 40 വയസ്സും 45 വയസ്സും 50 വയസ്സുള്ളവർക്കൊക്കെ അറിയാം പഴയ കാരണവന്മാര് പള്ളിയിലിരുന്ന് ഓതിയത് അല്ലേ, പള്ളിയിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്തത്. 10:30 മണിയാവുമ്പോ തന്നെ വന്ന് നേരത്തെ തന്നെ വന്ന് സജ്ജമായിട്ട് ഖുർആൻ ഓതിയിരുന്ന ആളുകളുണ്ടായിരുന്നു. ഇന്ന് ആരാ സഹോദരങ്ങളെ ഇതിനൊക്കെ മെനക്കെടുന്നത്? ആർക്കാ ഇതിന് നേരം? എന്നിട്ട് നമ്മൾ വലിയ ദീനാണ് പോലും, ഒരു ദീനും ഇല്ല. ദീനൊക്കെ 000 ആയി പോയി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇനി ഒരു മടക്കം നമുക്ക് അനിവാര്യമാണ്, ഇല്ലെങ്കിൽ വലിയ അദാബുണ്ടാകും, വലിയ അദാബുണ്ടാകും. ഖുർആൻ ഓതണം. മാത്രമല്ല വഖിയാമു ലൈലിൻ വതളറഉ ബിസ്സഹർ വമുജാലസാതു സാലിഹീനൽ ഫളലാ. 1-2 കാര്യങ്ങളെ പറയുന്നുള്ളൂ. തഹജ്ജുദ് നിസ്കരിക്കണം, അത്താഴ സമയത്ത് എഴുന്നേൽക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, പടച്ച റബ്ബിനോട് വിനയത്തിന്റെ ഭാഷയിൽ ദുആ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളണം. മഴയില്ല ഇവിടെ, എന്താ മഴ പെയ്യാത്തത്? തെറ്റിൽ മനുഷ്യൻ വ്യാപൃതനാ, മനുഷ്യൻ തെറ്റുകാരാണ്. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. അതിന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. കുത്തിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് വേണമെങ്കിൽ പടച്ച റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി നിലകൊള്ളണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഒരു ദിവസം ഒരു 70 or 100 വട്ടം ചൊല്ലണം. കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറു ലഹു 70 മറ ഔ 100 മറ. ഒരു ദിവസം 70 or 100 വട്ടമോ നബി തങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു. നമ്മൾ എത്ര വട്ടം ചൊല്ലുന്നുണ്ട്? തെറ്റില്ലാത്ത കുറ്റമറ്റ രീതിയിൽ ജീവിച്ച പ്രവാചകൻ 100 വട്ടം ഇസ്തിഗ്ഫാർ. നമ്മൾ ഒരെണ്ണം പോലും ഇല്ല. നിസ്കാരം കഴിഞ്ഞ് 3 എണ്ണം ചൊല്ലിയപ്പോൾ 3ാമത്തെ ചൊല്ലിയപ്പോൾ ആചാര്യ വീട്ടിലെ പ്ലേറ്റ് എടുത്ത് പൊരിച്ചമീൻ കഴിക്കാൻ ആചാര്യ ചാടി ഇറങ്ങി വീട്ടിലോട്ട്. അല്ലേ? സുന്നിയ, പേര് സുന്നി, സുസുന്നി. ഇവിടെ സുന്നത്തേമാത് കാണുന്നില്ല ജീവിതത്തിൽ. ഒറ്റ ദുആയിക്കിരിക്കുന്നില്ല ആചാര്യ. ഒരു സുബ്ഹാനല്ലാഹ് ഇല്ല, അൽഹംദുലില്ലാഹ് ഇല്ല, അല്ലാഹു അക്ബർ ഇല്ല. ഇതിനൊന്നും ഒരു മഹാത്മ്യവും നമ്മൾ കൽപ്പിക്കുന്നില്ല. പിന്നെ എന്ത് സുന്നിയാണോ? പിന്നെന്ത് ജീവിതത്തിൽ നമുക്ക് സുന്നത്തേമാത്ത്? ഇതിനോടൊക്കെ ഒരു താല്പര്യം എവിടെ? നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും കാണുന്നില്ലല്ലോ. കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് നീ ഓടുകയല്ലേ? ദുനിയാവിന്റെ പിറകെയുള്ള നെട്ടോട്ടമല്ലേ നീയും നിന്റെ കുടുംബവും? എങ്ങനെ പടച്ച റബ്ബിനോട് നീതി പുലർത്തുന്നവനാകും? ഈ ദീനിനോട് നീതി പുലർത്തുന്ന ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം നിനക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? മൗലാന മുഹമ്മദ് അലി ജൗഹർ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പങ്കെടുത്തതാകുന്ന സമുന്നത നേതൃത്വം, ഇന്ന് ചരിത്ര താളുകളിൽ നിന്ന് അടർത്തി മാറ്റപ്പെടാൻ വേണ്ടി വിധി കൊടുക്കപ്പെട്ടതാകുന്ന മഹാനുഭാവൻ 5 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെട്ടു പോകുന്നത്. മുഹമ്മദ് അലി ഖാൻ. പഠിച്ചു വെക്കണം. 3 മക്കൾ, 3 സഹോദരങ്ങളുണ്ട് അദ്ദേഹത്തിന്. ഉമ്മ ബീഗം ആബിദ, 3 പേരെയും ഹാഫിളാക്കി എല്ലാവരെയും വളർത്തി. മൗലാന മുഹമ്മദ് അലി ജൗഹർ ഹാഫിളാണ് സഹോദരങ്ങളെ. ഖുർആൻ മനഃപാഠമാക്കിയ വ്യക്തിയാണ്. അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം കരഗതമാക്കി ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി ബിരുദാനന്തര ബിരുദത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പോകുമ്പോൾ ശർവാണി ഇട്ടുകൊണ്ട് തലയിൽ തൊപ്പിവെച്ച് താടിരോമങ്ങൾ ഉള്ളതാകുന്ന സഹോദരൻ ചെരുപ്പ് ധരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി നിലകൊള്ളുമ്പോൾ ബീഗം ആബിദ എന്ന് പറയുന്ന മാതാവ് ചെന്നിട്ട് 2 തോളിലേക്ക് കൈവച്ചിട്ട് പറയുന്നു, മോനെ, 5ാമത്തെ വയസ്സിൽ നിന്റെ പിതാവ് മുഹമ്മദ് അലി ഖാൻ മരണപ്പെട്ടു പോയതാ. നിനക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പഠിപ്പിച്ചതെന്ന് ദീനി ബോധമുള്ളവനാക്കി, മതബോധവും മതനിഷ്ഠയും ഉള്ളവനാക്കി, ഭൗതികവും അഭൗതികമാകുന്ന വിദ്യാഭ്യാസങ്ങൾ നിനക്ക് ഞാൻ പഠിപ്പിച്ചു നൽകി. അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം കരഗതമാക്കി ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ബിരുദാനന്തര ബിരുദത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന പ്രിയപ്പെട്ട പൊന്നുമോനോട് എനിക്ക് പറയാനുള്ളത് 3 കാര്യങ്ങളാ. ഒന്നാമതായി എനിക്ക് നിന്നോട് അടയാളപ്പെടുത്താനുള്ളത്, നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെ അടർത്തി മാറ്റരുത്. വിശുദ്ധമാക്കപ്പെട്ട ഖുർആനാണ് നിന്റെ കാറ്റലോഗ്, നിന്റെ വഴികാട്ടി.
ആ ഖുർആൻ മുഖേനയാണ് നിന്റെ ജീവിതം വിജയിച്ചു വന്നിട്ടുള്ളത്. ഇതുവരെ വിജയിച്ചിട്ടുള്ളതും നിന്റെ പിതാവ് വിജയിച്ചതും ഞാനും വിജയിച്ചതും നിന്റെ സഹോദരങ്ങൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് ഖുർആൻ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ മറന്നു പോകാൻ പാടില്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഭൗതിക ലാഭങ്ങൾ തേടുമ്പോഴും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എന്ന കാറ്റലോഗിന് നീ മാറ്റിവെക്കരുത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണമെന്ന് ഒന്നാമതായി ഉപദേശം കൊടുത്തിട്ട് ഉമ്മ പറയുന്നു. രണ്ടാമതായി നിനക്ക് നൽകുന്ന ഉപദേശം പ്രവാചകന്റെ തിരുസുന്നത്തുകൾ പരിപൂർണമായി ഇന്ന് വരെ എല്ലാ സുന്നത്തുകളും ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് വരുന്നവനാണ് എന്റെ പൊന്നുമോൻ. അതിൽ പ്രത്യേകമാക്കപ്പെട്ട സുന്നത്താകുന്ന തലയിലെ തൊപ്പിയും താടിരോമങ്ങളും നീ വടിച്ചു കളയരുത്. ലണ്ടനിലെ പാശ്ചാത്യരാകുന്ന വിദ്യാർത്ഥികളോടൊപ്പം വിദ്യ നുകരുമ്പോ പരിശുദ്ധ പ്രവാചകന്റെ തിരുസുന്നത്തുകളെ നീ അവഗണിച്ചു കളയരുത്. നിന്റെ തലയിലെ തൊപ്പിയും നിന്റെ താടിരോമവും നിന്റെ വിദ്യാഭ്യാസത്തിന് എതിരാവരുത് എന്ന് പ്രിയപ്പെട്ട ഉമ്മ കൊടുക്കുന്ന ഉപദേശമാണ്. മൂന്നാമതായി പറയുന്നു, പ്രവാചകന്റെ തിരുസുന്നത്തിൽ നിന്ന് എനിക്കും നിന്റെ പിതാവിനും നിനക്കും നിന്റെ സഹോദരങ്ങൾക്കും ഏറ്റവും ഇഷ്ടമുള്ള പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും നിദ്ര കഴിയുമ്പോ നിർനിദ്രരായി പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ടുള്ള തഹജ്ജുദ് നമസ്കാരം നീ ഒഴിവാക്കാൻ പാടില്ല. ഈ 3 കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. ഈ ഉമ്മയുടേതാകുന്ന ആശയാണ്, അഭിലാഷമാണ്, ആഗ്രഹമാണ്, ആനന്ദമാണ്. പ്രിയപ്പെട്ട ഉമ്മയുടെ കൈ പിടിച്ച് കരം പിടിച്ച് ചുംബിച്ചിട്ട് ബീഗം ആബിദയോട് സലാം പറഞ്ഞ കണ്ണീരോടുകൂടി ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ബിരുദാനന്തര ബിരുദത്തിന് വേണ്ടി പോയ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ കുറിച്ച് കൂട്ടുകാരൻ ഖമറുദ്ദീൻ എന്ന് പറയുന്ന പിന്നീട് ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരിൽ എടുത്തു വെക്കപ്പെട്ട വ്യക്തി അദ്ദേഹം രേഖപ്പെടുത്തുന്നു. എന്റെ സുഹൃത്താകുന്ന ബഹുമാന്യനാകുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹർ ലണ്ടനിലെ ഏറ്റവും തണുത്തുറഞ്ഞതാകുന്ന രാത്രിയിൽ, അതിശക്തമാകുന്ന തണുപ്പുള്ള മഞ്ഞുള്ളതാകുന്ന രാത്രിയിൽ വന്നുകൊണ്ട് നല്ല രീതിയിൽ ഒതുവെടുത്ത് പാതിരാത്രി സമയത്ത് ഖിബില നിർണയിച്ചുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ച് ഹാഫിളായ പൊന്നുമോൻ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ബഖറയും ആലി ഇംറാനും നിസാഉം ഒക്കെ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതുന്നത് കേട്ടിട്ടാണ് ഞങ്ങൾ ഉറക്കിൽ നിന്ന് പലപ്പോഴും ഉണരാറുള്ളത് എന്ന് ഭൗതിക വിദ്യാഭ്യാസം പഠിക്കുന്ന കലാലയത്തിലെ പഠനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് സുഹൃത്ത് പറഞ്ഞുവെങ്കിൽ നമ്മുടെ മക്കളൊക്കെ കലാലയത്തിലേക്ക് പോകുമ്പോ എന്താണ് പഠിക്കുന്നത്? പുതിയ കലാലയത്തിലേക്ക് പോയി നോക്കി നിങ്ങൾ. BA-ക്കും MA-ക്കും ഒക്കെ പഠിക്കാൻ പോകുമ്പോ കലാലയത്തിന്റെ മുറ്റത്ത് നൽകുന്ന ചിത്രം, ഒരന്യ പെണ്ണും കൂടി നിൽക്കുന്ന ചിത്രം, പരസ്പരം തുണിയില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വിവസ്ത്രരായി ഇന്നുകൊണ്ട് പരസ്പരം ലിപ്ലോക്ക് ചെയ്ത് ചുണ്ടുകൾ തമ്മിൽ കോർത്തിണക്കിക്കൊണ്ട് ചുംബനം നടത്തിക്കൊണ്ട് നിലകൊള്ളുന്നതാകുന്ന മക്കൾ. എന്നിട്ട് അതിനടിയിൽ എഴുതി വച്ചിരിക്കുകയാണ്, മതത്തിന്റെ ചിഹ്നങ്ങൾ നമുക്ക് പൊട്ടിച്ചെറിയാം, സ്വതന്ത്രരായി പറന്നു നടക്കാം. കോളേജിൽ കൊടുക്കുന്നതാകുന്ന പുതിയ പുതിയ വിദ്യാഭ്യാസം നുകരാൻ വരുന്ന പുതിയ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന സന്ദേശമാണിത്. എന്ത് വിദ്യാഭ്യാസമാണിത്? എനിക്ക് മനസ്സിലായിട്ടില്ല. അന്യ പെണ്ണും തമ്മിൽ തുണിയില്ലാതെ നിൽക്കുന്ന ചിത്രം വരച്ചു വെച്ചിട്ട് അവർ പരസ്പരം ചുണ്ടുകൾ കൊണ്ട് കോർത്തിണക്കിക്കൊണ്ട് ഉമ്മ കൊടുക്കുന്ന ചിത്രം കൊടുത്തിട്ട് അടിയിൽ എഴുതി വെക്കാണ് എന്ത്? നവാഗതരാകുന്ന കുട്ടികൾക്ക് സ്വാഗതം. സ്വാഗതം എഴുതുന്നത് ഇങ്ങനെയാ, മതത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെടുക, സ്വതന്ത്രരായി പറന്നു നടക്കാം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഏതായി മതത്തിന്റെ ചിഹ്നം? ഏതായി മതത്തിന്റെ ചങ്ങല? പരിശുദ്ധ ഖുർആൻ. ഖുർആൻ വേണ്ട, ഹദീസ് വേണ്ട, ഇജ്മാ വേണ്ട, ഖിയാസ് വേണ്ട, അലിമീങ്ങളെ വേണ്ട, ഉലമാക്കൾ വേണ്ട, മദ്രസ വേണ്ട, ദറസ് വേണ്ട, അറബി കോളേജ് വേണ്ട, പള്ളി വേണ്ട, പരിശുദ്ധമാക്കപ്പെട്ട ദീൻ ഞങ്ങൾക്ക് വേണ്ട. ആധുനിക തലമുറയുടെ വിദ്യാഭ്യാസം ഇതല്ലേ? ഇതിനല്ലേ പുതിയ തലമുറ താല്പര്യം വെക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാവുന്നത്? കള്ളും കഞ്ചാവും ലഹരിയുമായിട്ട് ആധുനിക നവതലമുറ കോളേജ് കുമാരിമാർ വിലസുകയല്ലേ? അതുകൊണ്ട് മക്കളെ ഒരാളെയെങ്കിലും ദീനിലേക്ക് മാറ്റി എഴുതാതെ വല്ലാഹി സുമ്മ വല്ലാഹി പുറക്കാട് ദേശത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് സ്നേഹത്തോടുകൂടി പറയാണ്, അടുത്ത തലമുറ നന്നാവൂല. അടുത്ത തലമുറ നന്നാവണോ? ഒരാളെയെങ്കിലും ദീനിലേക്ക് മാറ്റണം. അയാൾ മുഖേന കുടുംബം നന്നാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാണ് നിങ്ങൾ, ഔലിയാക്കളെ ആദരിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് വർഷങ്ങളായിട്ട് സയ്യിദ് അഹ്മദുർ റിഖാബ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവന്റെ നാമധേയത്തിൽ ഉറൂസ് നിങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളെ ഇത്തരത്തിൽ ഈ മഹാന്മാരുടെ പിൻതലമുറക്കാരായി ദീനീ ദഅവത്തിന് വേണ്ടി, പരിശുദ്ധമായ ദീനിന് വേണ്ടി ഒരാളെ നമ്മൾ മാറ്റണം.
അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാവർക്കും ദീനി വിദ്യാഭ്യാസം കൊടുക്കണം. ഒരാളെയെങ്കിലും ഹാഫിളും ആലിമുമാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഹാഫിളുള്ള, ആലിമുള്ള, ഡോക്ടറുള്ള, എഞ്ചിനീയറുള്ള, ബിസിനസ്സുകാരനുള്ള എല്ലാം കൂടിച്ചേരുന്ന നല്ല ദീനീ ബോധമുള്ള ഒരു കുടുംബ പശ്ചാത്തലമായി നമ്മുടെ കുടുംബം അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. അതിന് പറ്റുന്നതാകുന്ന ഒരു സദസ്സായി, അതിന് നിദാനമാകുന്ന ഒരു സദസ്സായി അള്ളാഹു ഈ സദസ്സ് പരിപൂർണ്ണ അർത്ഥത്തിൽ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേൽക്ക് ഇൻഷാ അല്ലാഹ്. ഒന്ന് മുന്നോട്ട് വരും. ചെറിയൊരു ദുആ. അവളിൽ നിൽക്കുന്ന സഹോദരങ്ങളൊക്കെ വരും. എല്ലാവരും വരും. അള്ളാഹു സ്വീകരിക്കട്ടെ. ആലപ്പുഴയിൽ നിന്ന് സലീം സാഹിബ് വർഷങ്ങളായിട്ട് നമ്മുടെ സുഹൃത്തു കൂടിയാണ്. ഒരുപാട് യാത്രകൾ കാസർഗോഡും കർണാടകയിലുമൊക്കെ അൽഹംദുലില്ലാഹ് വാദിൻ്റെ മജ്‌ലിസ് എപ്പോഴും എന്നോടൊപ്പം യാത്ര ചെയ്ത സഹോദരനാണ്. അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. എല്ലാവിധ സന്തോഷവും സമാധാനവും അള്ളാഹു നസീബാക്കട്ടെ. ഒരുപാട് സൗഹൃദ വലയങ്ങളുള്ള നാടാണ് ആലപ്പുഴ ജില്ല. എന്നും സ്മരിക്കുന്നു, എപ്പോഴും സ്മരിക്കുന്നു, എപ്പോഴും ഹൃദയത്തിലുണ്ടാകും പ്രാർത്ഥനയോടുകൂടി. അള്ളാഹു എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അമ്പലപ്പുഴയിലുള്ള ഷറഫുദ്ദീൻ സാഹിബ്, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കുടുംബം, ഖദീജ ഇത്തമടക്കമുള്ള ധാരാളം സഹോദര സഹോദരിമാർ, നമ്മുടെ റുഹൈ ബയാൻ കുടുംബാദികൾ, സുബഹിക്ക് ശേഷം വിനീതരോടൊപ്പം യൂട്യൂബിലൂടെ ലൈവായി മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മപെങ്ങന്മാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായി പരസ്യമായും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് അഫ്വ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഹൃദയത്തിൽ അഹന്തയെ നീക്കം ചെയ്യണേ അല്ലാഹ്. അഹങ്കാരത്തെ നീക്കണേ അല്ലാഹ്. ലോകമാന്യത നീക്കണേ അല്ലാഹ്. നിന്റെ മാരിഫത്താകുന്ന നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ സംശുദ്ധമാക്കണേ അല്ലാഹ്. ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകളുണ്ട്, നീ സാധൂകരിക്കണേ അല്ലാഹ്. ഞങ്ങളിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ രോഗശമനം നൽകണേ അല്ലാഹ്. പനിയുള്ളവരുണ്ട്, കഫക്കെട്ടുള്ളവരുണ്ട്, തൊണ്ടവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, മൈഗ്രീനസും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കൈകാലുകൾ തരിപ്പുള്ളവരുണ്ട്, കടച്ചിലുള്ളവരുണ്ട്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, അൾസർ ഉള്ളവരുണ്ട്, അരിശസ് ഉള്ളവരുണ്ട്, അസ്ഥിക്ക് തേയ്മാനം സംഭവിച്ചു പോയവരുണ്ട്, വാൾവ് തകരാറിലായവരുണ്ട്, ഹാർട്ട് സംബന്ധമായ രോഗമായി നിലകൊള്ളുന്നവരുണ്ട്, ഓർമ്മശക്തി, ബുദ്ധിശക്തി, ചിന്താശക്തി നഷ്ടപ്പെട്ടു പോയവരുണ്ട്, അൽഷിമേഴ്സിന്റെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, യൂറിക് ആസിഡിന്റെ പ്രയാസം പറഞ്ഞവരുണ്ട്, വെരിക്കോസ് വെയിനിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് പ്രയാസം പറഞ്ഞുകൊണ്ട്, മൂത്ര തടസ്സത്തിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞവരുണ്ട്, പലവിധമാകുന്ന രോഗങ്ങൾ കൊണ്ട് നിലകൊള്ളുന്നവരുണ്ട്, മാരകമാകുന്ന ക്യാൻസർ ബാധിതരുണ്ട്. പൂർണ്ണമായ ശിഫാ നൽകണേ അല്ലാഹ്. പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, നിന്റെ ത്വഅത്തിലായി ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാഹ്. വെള്ളിയാഴ്ച രാവിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് റബ്ബേ. ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഒരാ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ, പുറക്കാട് ദേശത്തുള്ളവർക്ക് ഹബീബായ നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോ ഈ ശബ്ദം പോരാ. ഹബീബ് മുഹമ്മദ് മുസ്തഫ അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട ഒരേ ഒരു നേതാവ്, പരിശുദ്ധ ഹുബ്ബേ ഹളറായിന്റെ ചുവട്ടിൽ ചുംബനം വെച്ചുറങ്ങുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിലേക്ക് ഞങ്ങളുടെ സലാത്ത് സലാമുകളെ ഈ നിമിഷം തന്നെ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാഹ്. അവിടുത്തെ മദതിലാക്കണേ അല്ലാഹ്. പുന്നാര ഹബീബിന്റെ തിരുചാരത്തെത്തിക്കൊണ്ട സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. കൺകുളിർക്ക് വന്ന് സലാത്ത് സലാം പറയാ തൗഫീഖ് നൽകണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ വീട് നൽകണേ അല്ലാഹ്. ഉള്ള വീട് ബറക്കത്തുള്ളതാക്കണേ അല്ലാഹ്. ഐശ്വര്യ സമ്പൂർണ്ണമാക്കണേ അല്ലാഹ്.
അനുയോജ്യരാകുന്ന ഇണകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നൽകിയിട്ടുള്ള ഇണകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, സാലിഹായ മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം നീ നസീബാക്കണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെ സ്വാലിഹീങ്ങളിൽ, ആബിദീങ്ങളിൽ, ഹാഫിദീങ്ങളിൽ ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളിൽ ഒരാളെയെങ്കിലും ഹാഫിദാക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. ആലിമാക്കാ തൗഫീക്ക് നൽകണേ അല്ലാ. ദീനിന്റെ മതചിഹ്നങ്ങളെ മൂല്യമത്തോടുകൂടി കാണുന്ന മക്കളായി ഞങ്ങളുടെ മക്കളെ നീ ഖബൂലാക്കണേ അല്ലാ. തമ്മാടികളെ റൗഡികളുമായ മോശപ്പെട്ട മക്കളെ തൊട്ട് ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. കൺകുളിർമയാകുന്ന മക്കളാക്കണേ റബ്ബേ. കൺകുളിർമയേകുന്ന സ്വർഗത്തിലേക്ക് എത്തിക്കാ തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹജനങ്ങൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, പ്രവിശാലമാക്കപ്പെട്ട ഞങ്ങളുടെ മഹല്ലുകളുടെ ഖബർസ്ഥാനിൽ അന്തിവിശ്രമം ചെയ്യുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹുവേ, നീ തന്നെ ഉമ്മയടക്കം റൂഹെ ബയാൻ കുടുംബത്തിലെ ഉപ്പ ഉമ്മമാർ, ഈ മജ്ലിസിൽ വന്ന് ചേർന്നിട്ടുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഞങ്ങളുടെ പള്ളിയുടെ പരിസരങ്ങളിൽ അന്തിവിശ്രമം ചെയ്യുന്നതാകുന്ന ശുഹദാക്കൾ, ബഹുവന്ദരാകുന്ന സയ്യിദ് അഹ്മദ് റിഖാബ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവരടക്കം സർവരുടെയും ദറജ ഉയർത്തണേ അല്ലാ. അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. അവരുടെ മദദിലാക്കണേ അല്ലാ. അവരുടെ ഹിഫ്ളിലും ഹിമായത്തിലുമാക്കണേ അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ റബ്ബേ. ശാന്തി പ്രദാനം ചൊരിയണേ അല്ലാ. മദനി ഉസ്താദിന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, മശായിഖുമാർ, ഉലമാക്കൾ, ഉമറാക്കൾ, സർവർക്കും നീ സിഹത്ത് പ്രദാനം ചൊരിയണേ അല്ലാ. സർവോപരി ഞങ്ങളുടെ ഈ നാടിന് നീ ഐക്യം നൽകണേ അല്ലാ. ഈ മുസ്ലിം സമുദായത്തെ നീ ഐക്യപ്പെടുത്തണേ അല്ലാ. പരസ്പര സ്നേഹ സൗഹാർദ്ദം നിലനിർത്തണേ അല്ലാ. ഒരു ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ പരസ്പരം സ്നേഹ സൗഹാർദ്ദം നീ നിലനിർത്തി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഈ ഉറൂസിന് വേണ്ടി, ആണ്ട് നിറച്ചയ്ക്ക് വേണ്ടി സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള, ശാരീരികമായി മാനസികമായി പിന്തുണച്ചിട്ടുള്ള പ്രവാസികൾ, നാട്ടിലുള്ള സഹോദര സഹോദരിമാരടക്കം ആരെല്ലാം ഏതെല്ലാം നിലയ്ക്കൽ നേർച്ചകൾ നേരുവരുണ്ട്, അരി കൊടുത്തവരുണ്ടോ, സമ്പത്ത് നൽകിയവരുണ്ടോ, എല്ലാവരുടെയും സദഖകൾ നീ സ്വീകരിക്കണേ അല്ലാ. സർവോപരി ആഖിബത്ത് നന്നാക്കി നൽകണേ അല്ലാ. അന്ത്യം വിജയിപ്പിക്കണേ അല്ലാ. കലിമ ഉച്ചരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല സമയത്ത്, നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. പാവപ്പെട്ട സഹോദരിമാർ മണിക്കൂറുകളായി കാത്തിരിക്കുകയാണ്. ഈ സദസ്സിൽ വന്ന് ചേർന്നിട്ടുള്ള സഹോദര സഹോദരിമാരുണ്ട്, ലൈവായി ഈ സദസ്സ് വീക്ഷിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ മഹല്ലിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഉസ്താദമാർ, സദർമാർ, പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങൾ, ഉസ്താദമാർ, എല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാ. പരിപാലക സമിതികൾ, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികളടക്കം സർവരെയും സ്വീകരിക്കണേ നാദാ. ബിഹഖി ثم رضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا. لهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف العشير الكرم مولاي صل وسلم دائما أبدا. كلهم يا ربي بالمصطفى بلغ مقاصدنا. يا ربي بالمصطفى بلغ مقاصدنا
واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا بك خير الخلق كلهم. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യാൻ പരസ്പരം. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന് വേണ്ടി അവന്റെ അഭാവത്തിൽ ഉള്ള പ്രാർത്ഥന ഇജാബത്തുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആരക്കാൻ ഞാനും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അള്ളാഹു നമ്മുടെ ദുആകൾ സ്വീകരിക്കുമാറാവട്ടെ. സ്വർഗ്ഗത്തിൽ ഇതേപോലെ ഒരുമിക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.